മദീനയിൽ 100 കണക്കിന് ദരിദ്രരായ കുടുംബങ്ങൾക്ക് അവരുടെ വീട്ടുപടിക്കൽ എല്ലാ ദിവസവും ഭക്ഷണപ്പൊതി എത്തുന്നു. ഇതൊരു പതിവായി തന്നെ തുടർന്നുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം ആ ഭക്ഷണപ്പൊതികൾ എത്താതായി. ആരാണിത് കൊണ്ടുവെക്കുന്നത് എന്ന് അവർക്ക് ആർക്കും അറിയുന്നുമില്ല. മദീനയിലെ പാവങ്ങൾ വീണ്ടും പട്ടിണിയിലേക്ക് വഴിമാറി. അപ്പോഴാണ് അവരറിയുന്നത്, അന്ന് മദീനയിൽ വലിയ ഒരു മനുഷ്യൻ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ആ വലിയ മനുഷ്യനായിരുന്നു അവരുടെ വീട്ടുപടിക്കലേക്ക് അന്നം കൊണ്ടുവന്നിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാവ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി സൈനുൽ ആബിദീൻ തങ്ങളായിരുന്നു. അവിടുത്തെ ജനാസ കുളിപ്പിക്കുമ്പോൾ വസ്ത്രം മാറ്റിയവർ അത്ഭുതപ്പെട്ടു പോയി. അവിടുത്തെ മുതുകിൽ വലിയ പാടുകൾ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. വർഷങ്ങളോളം ആരുമറിയാതെ ഭക്ഷണപ്പൊതികൾ ചുമന്നുകൊണ്ടുവന്നതിന്റെ പാടാണ് ആ ശരീരത്തിലുണ്ടായിരുന്നത്. തന്റെ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരുമറിയാതെ ഇത്രയും വലിയ ഒരു നന്മ വളരെ രഹസ്യമായി ഇലാഹായ പടച്ചവന് വേണ്ടി സൂക്ഷിച്ചു പോകും. പുതിയ കാലത്ത് നാമും കൈക്കൊള്ളേണ്ടുന്ന ഒരു നിലപാടിതാണ്. എല്ലാ നന്മകളും അതിന്റെ ഒരു റിസൾട്ട് ഷോ ഓഫിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിൽ ചിത്രീകരിക്കപ്പെടുന്ന ഫോട്ടോയുടെയും വീഡിയോകളുടെയും തുലാഭാരം വെച്ചുകൊണ്ട് നന്മകൾ അളക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മകളൊക്കെ ആളുകളിൽ നിന്നുള്ള ലൈക്കിനും ഷെയറിനും വഴിമാറിയിരിക്കും. വലത് കൈ നൽകുന്നത് ഇടതു കൈ അറിയാതെ ചെയ്യണമെന്നുള്ള ഇസ്ലാമിന്റെ ഒരു നിലപാട് തന്നെ ഏറ്റുവാങ്ങുന്ന ആളുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ പരിശുദ്ധ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് വളരെ രഹസ്യമായി ആരുമറിയാതെ ഒരാളെയും അറിയിക്കാതെ ഇലാഹായ റബ്ബിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു നന്മ നമുക്കും ചെയ്യാം. നാളെ പരലോകത്ത് വളരെ രഹസ്യമായി നന്മ ചെയ്തവരെ അള്ളാഹുവിന്റെ അർശിന്റെ തണലിലേക്ക് പ്രത്യേകമായി പടച്ചവൻ വിളിപ്പിക്കുമ്പോൾ അതിൽ ഒരാളായി നമ്മളും വരാൻ ആരുമറിയാത്ത വളരെ രഹസ്യമായ ഒരു ദാനം നമുക്കും ഉണ്ടാക്കിയെടുക്കാം.